എക്സിറ്റ് പോൾ ഫലങ്ങളെയും പൊതുധാരണകളെയും കാറ്റിൽ പറത്തിയാണ് ഇന്ത്യ സഖ്യം ജാർഖണ്ഡിൽ മിന്നും വിജയം നേടിയത്. ഈ വിജയത്തിളക്കത്തിന്റെ ഏറിയ പങ്കും ഹേമന്ത് സോറൻ നേതൃത്വം നൽകുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് അർഹതപ്പെട്ടതാണ്. മുൻ വർഷത്തേക്കാളെല്ലാം സീറ്റുകൾ വർദ്ധിപ്പിച്ചാണ് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുന്നത്. മുഖ്യമന്ത്രി കസേരയിലേക്ക് ഹേമന്ത് സോറൻ വീണ്ടും എത്തുമ്പോൾ കഴിഞ്ഞ കാലം അത്ര കണ്ട് എളുപ്പമായിരുന്നില്ല സോറന്. 2024 ആദ്യ പകുതിയിൽ തന്നെ സോറന് നേരെയുള്ള അഴിമതി ആരോപണം, പിന്നാലെ അറസ്റ്റിലായതോടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു. അതേ ഹേമന്ത് സോറൻ തന്നെ 2024 അവസാനിക്കാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ അഭിമാന നേട്ടം സ്വന്തമാക്കിയാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് രണ്ടാം അംഗത്തിലെത്തുന്നത്. തുടർച്ചയായി രണ്ടാം തവണയും ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ നേതാവെന്ന പ്രത്യേകതയും ഇനി ഹേമന്ത് സോറന് സ്വന്തം. വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും പുറമെ പ്രതിസന്ധികളുടെ നീണ്ട നിര തന്നെ ഹേമന്ത് സോറനെ വേട്ടയാടി. 2024 ജനുവരി 31-ന് ഹേമന്ത് സോറനെ ഇഡി അറസ്റ്റ് ചെയ്യുന്നു. ജയിൽവാസത്തിനിടെ സോറനെയും പാർട്ടിയെയും ഒരുപോലെ ഞെട്ടിച്ച് സഹോദര പത്നിയായ ദുർഗ സോറൻ BJPയിലേക്ക് ചേക്കേറി. ഹേമന്ത് സോറന്റെ അഭാവത്തിൽ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങളിലെ അതൃപ്തി തുറന്നു പറഞ്ഞാണ് ദുർഗ സോറൻ BJPയിലേക്ക് മാറുന്നത്. ഒടുവിൽ ജയിൽവാസത്തിനിടെ മുഖ്യമന്ത്രി പദം താൽക്കാലികമായി പാർട്ടിയിലെ മൂന്നാമനായ ചമ്പായ് സോറനെ ഏൽപ്പിക്കുന്നു. 5 മാസത്തെ ജയിൽവാസത്തിനു ശേഷം അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളിൽ തെളിവില്ലെന്നും സമാനമായ കുറ്റം ആവർത്തിക്കാൻ സാധ്യതയില്ലെന്നും ചൂണ്ടിക്കാട്ടി ജാർഖണ്ഡ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ജയിൽ മോചിതനായ ഹേമന്ത് വീണ്ടും മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തതോടെ പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ. മുന്നണിയുടെ തീരുമാനപ്രകാരം ജയിൽ മോചിതനായ ഹേമന്ത് സോറന് അധികാരം തിരിച്ചു നൽകുന്നു. പിന്നാലെ ചമ്പായ് സോറൻ തന്റെ രാജി പ്രഖ്യാപിച്ച് BJPയിൽ ചേരുന്നു. പ്രതിസന്ധികൾ ഓരോന്നായി തനിക്ക് പിറകെ വന്നപ്പോൾ തളർന്നു പോകാതെ സോറനും പാർട്ടിയും പിടിച്ചു നിന്നെന്ന് മാത്രമല്ല, JMM ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി മിന്നുന്ന വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കി. ഹേമന്ത് സോറൻ പരാജയപ്പെടുമെന്ന് ആവർത്തിച്ച BJPക്ക് മുന്നിൽ പ്രതിസന്ധികളെല്ലാം മറികടന്ന് അദ്ദേഹവും പാർട്ടിയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടെന്ന് മാത്രമല്ല, തിളക്കമാർന്ന വിജയവും സ്വന്തമാക്കി. ഹേമന്തിന്റെ ജയിൽവാസ കാലത്ത് പലതരം അട്ടിമറി ശ്രമങ്ങളും BJP നടത്തിയെങ്കിലും അതിനെയെല്ലാം ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് തന്റെ മധുര പ്രതികാരം നിറവേറ്റി സോറൻ രണ്ടാമതും എത്തുന്നു.